നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ട് ഈ കുരുമുളക്. ഞാനിപ്പോൾ നിലവിൽ എല്ലാ മരത്തിലും ഇട്ടിട്ടുണ്ടെങ്കിലും കായ്ക്കുന്ന ഒരു 50ഓളം കൊടികളുണ്ട്. ഈ 50 കോടിയിൽ നിന്ന് എത്ര ഇത് കിട്ടും നമുക്ക് സാധാരണ രീതിയിൽ ഒരു 10-25 തലാൻ മുളകൊടുത്തോളം കിട്ടാറുണ്ട്. എല്ലാ വർഷവും ഒരുപോലെ തന്നെ കിട്ടുന്നുണ്ടോ? ആവറേജ് എല്ലാ വർഷവും തന്നെ. മണിപിടുത്തം എങ്ങനെയുണ്ട്? മണിപിടുത്തം നല്ല രീതിയിൽ മണി പിടിക്കുന്ന, ഒരു വർഷം അത് കാലിയാകാറില്ല, എല്ലാ വർഷത്തും തന്നെ. ഇതിന് തൂക്കം എങ്ങനെയുണ്ട്? തൂക്കം ഒരു 30 കിലോ, 3 കിലോയ്ക്ക് 1 കിലോ, 3 കിലോ വേണ്ട 2.5 കിലോയ്ക്ക് 1 കിലോ വെച്ച് കിട്ടും. കായ്ക്കുന്ന എത്ര വർഷം മുതൽ കായ്ച്ചു? 2ാം വർഷം കായ്ക്കും. 2ാം വർഷം നന്നായിട്ട് കായ്ക്കും. നന്നായിട്ട് 2 മീറ്ററോളം ഒരു വർഷം വളർച്ച കിട്ടും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. മകരകൊയ്ത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മൾ മൂന്നാറിനടുത്തുള്ള ബൈസൺ വാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. എന്താ പറയുക, ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയുക ഏലകൃഷിയാണ്. അതിനിടയിൽ കുറച്ച് കർഷകരൊക്കെ ഇതിന് ഇടവിളയായിട്ട് കുരുമുളക് കൂടി കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വന്ന വഴിക്ക് ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. ടോമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇവിടെ കുരുമുളക് ഇടവിളയായിട്ട് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക ഇനമാണ് ചെയ്യുന്നത്. കർണാടക മുണ്ടി എന്നറിയപ്പെടുന്ന ഒരു ഇനം. അതിൻ്റെ ഒരുപാട് സവിശേഷതകളുണ്ട്. അപ്പോൾ നമുക്കത് പൂർണ്ണമായിട്ട് ഈ ഏലക്കാടിൻ്റെ ഇടയിലായതുകൊണ്ട് ഷൂട്ട് ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിൽ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഏലത്തിന് പുറത്ത് നിന്നതെന്ന് അദ്ദേഹത്തെ പരിചയപ്പെടാനൊക്കെ പോകുന്നത്. അപ്പോൾ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ നമ്മളോട് വളരെ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വിഷ്വൽസിൻ്റെ ഒരു പരിമിതി ഇതിനകത്തുണ്ട്, അത് ഞാൻ ആദ്യമേ തന്നെ പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ മനോഹരമായ എപ്പിസോഡിലേക്ക് വീണ്ടും വളരെ ഹൃദ്യമായ സ്വാഗതം. നമുക്ക് അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹത്തെ പരിചയപ്പെട്ടുകൊണ്ട് ആരംഭിക്കാം. എൻ്റെ പേര് ടോമി. ഞാൻ മൂന്നാറിനടുത്ത് ബൈസൺ വാലി എന്ന സ്ഥലത്ത് സ്ഥിരതാമസമായി താമസിക്കുന്നു. ഏലകൃഷി ചെയ്യുന്നതിനോടൊപ്പം ഒരു പ്രത്യേക ഇനം കൊടി ഇങ്ങനെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ അത് കുറേ മരത്തിൽ പരീക്ഷിക്കുകയും അത് നല്ല രീതിയിൽ 5-8 വർഷമായിട്ട് വിളവ് തരികയും ചെയ്യുന്ന ഇനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായി ഒന്ന് പറയാം എന്നോർത്ത്. ഈ ഇനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഇനം എന്ന് പറയുന്നത് മറ്റുള്ള ഇനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ വിളവ് തരും, കേട് കുറവുണ്ട്. ഏലത്തിനുള്ളിൽ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന മരമാണ്, കൊടിയാണ്. 2 മീറ്ററോളം ഒരു വർഷം വളർച്ച കിട്ടും. അതുകൊണ്ട് ഏലത്തിനുള്ളിലാണെങ്കിൽ പോലും ഇവർ ഏലത്തിന് മുകളിൽ പെട്ടെന്ന് കയറി വരും. ഒരു വർഷത്തെ കഷ്ടപ്പാട് കൊണ്ട് ഏലത്തിന് മുകളിൽ പോവുകയും പിന്നീട് എല്ലാ വർഷവും നല്ല രീതിയിൽ ആദായം തരികയും ചെയ്യുന്നുണ്ട്. വേരുപടലങ്ങൾ കൂടുതലായതുകൊണ്ട് ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഇച്ചിരി കിളക്കുകയും പണിയുകയും ചെയ്യുമ്പോൾ ഇച്ചിരി ശ്രദ്ധിക്കണമെന്ന് മാത്രം. അതിനുള്ള വിളവ് നമുക്ക് ലഭിക്കും. നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ട് ഈ കുരുമുളക്. ഞാനിപ്പോൾ നിലവിൽ എല്ലാ മരത്തിലും ഇട്ടിട്ടുണ്ടെങ്കിലും കായ്ക്കുന്ന ഒരു 50ഓളം കൊടികളുണ്ട്. ഈ 50 കോടിയിൽ നിന്ന് എത്ര ഇത് കിട്ടും? നമുക്ക് സാധാരണ രീതിയിൽ ഒരു 10-25 തലാൻ മുളകൊടുത്തോളം കിട്ടാറുണ്ട്. 50 കോടിയാണ് എല്ലാ വർഷവും ഒരുപോലെ തന്നെ കിട്ടുന്നുണ്ടോ? ആവറേജ് എല്ലാ വർഷവും തന്നെ ഒരു 5 കിലോ 10 കിലോയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാറുണ്ട്. മണിപിടുത്തം എങ്ങനെയുണ്ട്? മണിപിടുത്തം നല്ല രീതിയിൽ മണി പിടിക്കുന്ന, ഒരു വർഷം അത് കാലിയാകാറില്ല, എല്ലാ വർഷത്തും തന്നെ നല്ല രീതിയിൽ തിക്കായിട്ട് മണി പിടിക്കും. മറ്റുള്ള ഏത് കൊടിയേക്കാളും. എത്ര വർഷം ഇപ്പോൾ നിൽക്കുന്നത്? ഇതിപ്പോൾ ഒരു 8 വർഷത്തോളം പഴക്കമുള്ള കൊടികളാണ്. 8 വർഷമായിട്ട് കേടൊന്നുമില്ല? ഇല്ല, കേട് കുറവാണ്. പൊതുവേ കേട് കുറവാണ്. പിന്നെ മണ്ണിപ്പണി ചെയ്യുമ്പോൾ ചുവട് കിളയ്ക്കുകയൊക്കെ ചെയ്താൽ കേട് വരാം. ഷെയ്ഡിൽ ഇത് നന്നായി ഉണ്ടാവുമോ? ഷെയ്ഡ് കുറവ് വേണം. ഷെയ്ഡ് കുറയണം. ഷെയ്ഡ് ഉണ്ടെങ്കിൽ കായ്ഫലം കുറവായിരിക്കും, കൊടി കയറും, കായ്ഫലം കുറവായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏലം പ്ലാന്റ് ചെയ്യുന്ന കൂടെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ആ വർഷം തന്നെ ഏലത്തോടൊപ്പം കയറി പോകുന്നുള്ളൂ. ഏലകൃഷിക്ക് നമുക്കൊരു ഇടവേള കൃഷി നല്ല രീതിയിൽ വരുമാനവും ലഭിക്കും. നമ്മൾ ഈ കുരുമുളക് കൃഷി വേറെ ഏതാ ചെയ്യുന്ന ഇനം? ഞാൻ വേറെ ഇവിടെ അരി ബാക്കി കിളിപ്പിച്ച കൊടികളുണ്ട്. അത് നല്ല കായ്ഫലം ഉണ്ട്, എന്നാൽ ഇത്രയും മെച്ചമല്ല. ഈ ഇനത്തിൻ്റെ അരിഭാഗി കിളിച്ചിട്ടുണ്ട്. അതിനി അത് 2-3 മരത്തെ കയറി വരുന്നുണ്ട്. അത് കായ്ച്ചാലാണ്. അത് 1-2 തിരി ഉണ്ടായി മെച്ചമായിരുന്നു. മുളകിന് ഇച്ചിരിയുടെ ബോൾട്ടും ഉണ്ട്, തിരിനീളമുണ്ട്. ഇതിന് തൂക്കം എങ്ങനെയുണ്ട്? തൂക്കം ഒരു 30 കിലോ, 3 കിലോയ്ക്ക് 1 കിലോ, 3 കിലോ വേണ്ട 2.5 കിലോയ്ക്ക് 1 കിലോ വെച്ച് കിട്ടും. തൂക്കമുണ്ട്. കായ്ക്കുന്ന എത്ര വർഷം മുതൽ കായ്ച്ചു? 2ാം വർഷം കായ്ക്കും. 2ാം വർഷം നന്നായിട്ട് കായ്ക്കും. നന്നായിട്ട് 2ാം വർഷം നമുക്ക് ഒരു ചെറിയ തോതിലേ കാണുകയുള്ളൂ. ഒരു 3ാം വർഷമാകുമ്പോൾ നല്ല കായാവും. ഓക്കെ. കണ്ണികുത്ത് എങ്ങനെ നല്ലതായി കയറും? നല്ല രീതിയിൽ കയറും. കണ്ണികുത്തിയ കൊടിയാണ് ഇത്. ഇനമില്ല, 2ാം വർഷം കൂടിയാണ് നിൽക്കുന്നത്. 2ാം വർഷം കയറി വരും. നല്ലപോലെ കയറി വരും. 2ാം വർഷം 6 മീറ്റർ വളർച്ചയായി. സാധാരണ ഒരു കൊടിയുടെ വളർച്ചയായി 2ാം വർഷം കൊണ്ട്. 2ാം വർഷം 6 മീറ്റർ വളർന്നു കഴിയുമ്പോൾ ഒരു സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു കൊടിക്ക് 6 മീറ്റർ വളർച്ചയെ കിട്ടാറുള്ളൂ. 6 അല്ലെങ്കിൽ 7 മീറ്റർ, അതിൽ കൂടുതൽ 7-3-21 അടി പൊക്കമൊന്നും കിട്ടാറില്ല.
അത് വളർച്ച 2-ാം വർഷം അല്ലെങ്കിൽ 3-ാം വർഷത്തോടെ കവർ ചെയ്യും ഇത്. നല്ല ഹൈറ്റിലേക്ക് കയറ്റി വിടാൻ പറ്റും. നല്ല ഹൈറ്റ് കയറ്റി വിടാം. ഇത് തന്നെ കയറി പൊക്കോളും, നമ്മൾ കെട്ടാനോ പിടിക്കാനോ ഒന്നും പോകണ്ട. അവരവർ സ്വയമായിട്ട് കയറി പൊക്കോളും. ഇട്ട് കൊടുത്ത് നല്ലോണം അട്ടക്കാല് പിടിക്കുന്നുണ്ട്. അട്ടക്കാല് നല്ലപോലെ പിടിക്കും. നല്ല വേര് പടലങ്ങളുണ്ട് ഇതിന്. മരത്തേലും നല്ലപോലെ ചുറ്റി വേര് പിടിക്കും. അതുകൊണ്ട് അവരുടെ പുറകെ നടന്ന് നമ്മൾ ശുശ്രൂഷിക്കേണ്ട. ആദ്യത്തെ 1 വർഷത്തെ കഷ്ടപ്പാടേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കയറി പൊക്കോളും. അതിൻ്റെ പുറകെ കെട്ടാനോ ഒന്നും നടക്കണ്ട. ചെറിയ കാറ്റൊക്കെ, നല്ല കാറ്റുള്ള പ്രദേശമാണ് ഇത്. അങ്ങനെ ആ കാറ്റിന് ഒന്നും ഒലച്ചിലൊന്നും സംഭവിക്കാറില്ല. ആവറേജ് നല്ല രീതിയിൽ കായ്ക്കുന്നു. വളമായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? വളം പച്ചച്ചാണാനാണ്. ചാണകം മാത്രം? പച്ചച്ചാണാനാണ് മെയിനായിട്ട് ചെയ്യുന്നത്. വേറെ ഞാൻ കൂടുതലും ചാണാനാണ് പറമ്പിലും ചെയ്യുന്നത്. അല്ലാണ്ട് ചാണാൻ അല്ലെങ്കിൽ എല്ലുപൊടി, വേപ്പ് മണ്ണാക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ചെയ്യുന്നത്. രാസവളം വളരെ അളവ് കുറച്ച് മാത്രമേ ചെയ്യുള്ളൂ. കാരണം കൊടിക്ക് കേടുണ്ടാകും എന്നുള്ളത് കൊണ്ട് രാസവളത്തിൻ്റെ അളവ് തീർത്തും കുറവായിരിക്കും. ചെയ്യലെന്നല്ല, 1 വർഷത്തിൽ 1-2 റൗണ്ട് ചെറിയ തോതിൽ മരുന്നിൻ്റെ കൂടെ കലക്കി അടിക്കാറുണ്ട്. വെള്ളാറമുണ്ടിക്കൊടിയുടെ അരി പാകിയിട്ട് കിളുത്ത് വന്ന ഒരു ഇനമായത്. ഇത് ഇപ്പോൾ സാധാരണ രീതിയിൽ എല്ലാ വർഷവും ഇതേ രീതി മുളക് കൊണ്ട് ഒറ്റനാമ്പായിട്ട് കയറ്റി വിട്ടേക്കുന്ന കൊടിയാണ്. അപ്പോൾ ഈ അരി പാകി എങ്ങനെയാണ് കിളിപ്പിച്ചെടുത്തത്? അരി അത് നമ്മൾ ഇതിനകത്ത് തൊലി വെള്ളത്തിലിട്ട് കഴുകി കളഞ്ഞിട്ട് പാകും. മൊത്തമൊന്നും കിളുക്കുകയില്ല, 3-4 എണ്ണമൊക്കെ കിളുക്കും. ആ കിളുക്കുന്നതിൽ നിന്നാണ് നമ്മളിങ്ങനെ അതിലൊരു 1-2 കൊടിയൊക്കെ നല്ല ഇനമായിട്ട് മാറും. ബാക്കി ചിലത് മോശമായിട്ട് പോകും. അപ്പോൾ ഇതൊരു പരീക്ഷണോ? അല്ലെ, പരീക്ഷണം. അതങ്ങനെ നമ്മൾ അപ്പോൾ ഇത് നല്ല കായ ഉണ്ടാവും ഇതിനെല്ലാം? ഇനം മാറി വരുമല്ലോ. എന്താണേലും പഴയ ഇതിനേക്കാളും മെച്ചമുള്ള 2-3 കൊടിത്തല കാണും. തലയേക്കാളും മെച്ചമായിട്ട് വരുന്ന 2-3 നാമ്പുകൾ കാണും. അത് നമ്മളെടുത്ത് മരത്തേക്കട നട്ടുപിടിപ്പിച്ച് കയറ്റി വരുന്നവർ. നമ്മുടെ കർഷകർക്കൊക്കെ ഇടവിളയായിട്ട്, അതും പല വിളകൾക്കിടയിൽ നല്ല രീതിയിൽ പരീക്ഷിക്കാവുന്ന, വിജയം കാണാവുന്ന ഒരു ഇനമാണ് നമ്മൾ പരിചയപ്പെട്ട കർണാടക മുണ്ടി എന്ന്. കർണാടക സർക്കാർ ഡെവലപ്പ് ചെയ്തതാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പൊതുവിൽ എല്ലായിടങ്ങളിലുമൊക്കെ സാധാരണ കാണപ്പെടാറുമുള്ള ഒരു ഇനം കൂടിയാണ് നമ്മൾ ഈ പരിചയപ്പെട്ട കർണാടക മുണ്ടി. നല്ല വിളവ്, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതിനൊപ്പം തന്നെ നല്ല രോഗപ്രതിരോധ ശേഷി ഒരു കുരുമുളകിനുണ്ട്. പിന്നെ നമ്മൾ ഈ ഹൈറേഞ്ച് പ്രദേശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഏലകൃഷിക്കിടയിൽ ധാരാളം ഈ പല ഏലത്തോട്ടങ്ങളും ഇത് കൃഷി ചെയ്യുന്നത് കാണാം. അങ്ങനത്തെ ഒരു കൃഷിയാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. അതിനൊപ്പം തന്നെ നമ്മുടെ കാപ്പിക്കിടയിലും അതുപോലെ തന്നെ തെങ്ങിനിടയിലും നമുക്ക് കവുങ്ങലൊക്കെ കയറ്റിവിടാനും നല്ല പെട്ടെന്ന് തന്നെ കയറിപ്പോകാനുള്ള ഒരു കഴിവ് കൂടി കുരുമുളക് ചെടിക്കുണ്ട്. അതുപോലെ അട്ടക്കാല് പിടിക്കാനുള്ളൊരു കഴിവ്, കെട്ടിക്കൊടുക്കേണ്ട, അങ്ങനെ ചിലവ് വളരെ കുറവാണ്. അതുപോലെ വളപ്രയോഗമാണെങ്കിലും വളരെ കുറച്ചു മതി. അങ്ങനെയൊക്കെ നമ്മുടെ കർഷകർക്ക് ഏറെ ലാഭകരമാകുന്ന ഒരു കുരുമുളക് ഇനമാണ് നമ്മൾ പരിചയപ്പെട്ട കർണാടക മുണ്ടി. എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല കാഴ്ചകളുമായി വീണ്ടും കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ വിട വാങ്ങുന്നു. ജോബിൻ കെ മണി, സൈനിങ് ഓഫ് ഫ്രം മകരകൊയ്ത്ത്. ഓക്കെ, താങ്ക് യു.